ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്ക് സാധാ ഒരു നൈറ്റി നെക്കാണ് കേട്ടോ ഇന്ന് സ്റ്റിച്ച് ചെയ്യണത്. കുറച്ച് മുതിർന്നവർക്ക് കുറച്ച് പ്രായമായവർക്കൊക്കെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യല്ലോ. അപ്പോൾ അവർക്ക് അധികം മോഡലോ കാര്യങ്ങളോ ഒന്നും വേണ്ടിയില്ല. ഒരു ചെറിയൊരു ബോർഡ് നെക്കാക്കിയിട്ട് കൊടുത്ത് ഫ്രണ്ടിൽ സിബ് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു നൈറ്റീൻ്റെ അളവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നൈറ്റിക്ക് കണ്ടില്ലേ, ഈ ഒരു ബോർഡ് നെക്കാണ് വന്നിട്ടുള്ളത്. ഈ പൈപ്പിങ് നമുക്ക് നൈറ്റി പൈപ്പിങ് ഇതുപോലത്തെ പൈപ്പിങ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ബോർഡ് വെക്കുമ്പോൾ നമ്മൾ പൈപ്പിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കോൺ ഭാഗമൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പ്രയാസം നമുക്ക് ആ ഒരു നൈറ്റി എങ്ങനെയാണ് നമുക്ക് അങ്ങനത്തെ പ്രയാസങ്ങളില്ലാതെ തയ്ച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ തുടക്കക്കാർക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്, വീതി കൊടുത്തിട്ടുള്ളത് 2.5 ഇഞ്ച്, മൊത്തത്തിൽ 5 ഇഞ്ച് വീതി വരും. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നെക്കിന് അധികം ലെങ്ത്ത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 4 ഇഞ്ച് നമ്മൾ അളവ് നെക്കിൽ കിട്ടിയ ആ ഒരു ലെങ്ത്ത് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി വന്ന ബാലൻസ് പീസിൽ ഇതുപോലെ നെക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ ആ ബോർഡൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെക്കിൽ നിന്നും ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ കോണ് വരുന്നിടത്തൊക്കെ നമുക്ക് പൈപ്പിങ് ചെയ്യാനും അവിടെ മടക്കി തയ്ക്കാനൊക്കെ കുറച്ച് പ്രയാസം ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു പ്രയാസം ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കട്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ബോർഡ് നെക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ സിബ് വെച്ച് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ കറക്റ്റ് ആ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിപ്പോൾ നൈറ്റി സിബ് ചെറിയ സിബാണ് കേട്ടോ, ഇൻവിസിബിൾ സിബാണ്. അപ്പോൾ നൈറ്റി സിബ് എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇൻവിസിബിൾ സിബ് എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് അത് ആണ് ഞാൻ ഇതിന് വെച്ച് കൊടുക്കുന്നത്. ഒരു 6 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ സിബ് ഓപ്പൺ ആക്കാനുള്ളൊരു ഭാഗം നമ്മൾ ആ ഒരു ലെങ്ത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സിബിൻ്റെ ലെങ്ത്ത് എത്രയാണോ ഓപ്പൺ നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ ആ ലെങ്ത്തിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് 2 വശത്തേക്കും 4 ഇഞ്ച് വീതം ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ഭാഗം നമുക്ക് ചതുരാക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ ചതുരാക്കിയിട്ട് നമ്മൾ വരച്ച് എടുക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, ഈ ബോർഡ് താഴെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത സിബിൻ്റെ ഓപ്പണിൻ്റെ ആ കറക്റ്റ് സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ബോർഡുമേയും അതുപോലെ തന്നെ മാർക്ക് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള വശം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സൈഡ് വശത്തുനിന്ന് ഇതുപോലെ 2 പീസ് എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് തയ്ച്ചാലും മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ജോയിൻ്റ് ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ കറക്റ്റ് സെൻറ്ററും തമ്മിൽ കറക്റ്റാക്കി വെച്ചെടുത്തു. എന്നിട്ട് നമ്മൾ നെക്ക് ഇങ്ങനെ തയ്ച്ചിട്ട് നമ്മൾ ഈ ഒരു 4 ഇഞ്ചിലാണ് നമ്മൾ തയ്ച്ച് പോരേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെച്ച് മുട്ട് സൂചിയൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ തുടക്കക്കാരാണ് തെന്നി നീങ്ങാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട് സൂചി കുത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കോൺ ഭാഗമൊക്കെ ഒന്ന് കോണായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന നമുക്ക് അങ്ങനെ തയ്ച്ച് പോരുമ്പോൾ ആ കോണിൽ സൂചി കുത്തി നിർത്തി കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തല്ലോ 2 സൈഡിക്ക്, അതിലൂടെ സ്റ്റിച്ചിങ് കൊടുക്കുക. നടുക്ക് കൂടെ അല്ല കേട്ടോ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്, സെൻറ്റർ ഭാഗത്ത് കൂടെ അല്ല. ആ ഒരു 4 ഇഞ്ച് നമ്മൾ 2 സൈഡിക്കും മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ട് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഈ കോണിലേക്ക് അവിടെയും സൂചി കുത്തി നിർത്തിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ തയ്ച്ച് പോരുക. 4 ഇഞ്ചിൽ തയ്ക്കുക. എന്നിട്ട് നമ്മളിനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് തുണിയൊന്ന് നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ നെക്ക് തയ്ച്ചെടുക്കാൻ. എന്നിട്ട് ഈ സെൻറ്ററൊന്ന് നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ചതുരാക്കിയിട്ടാണല്ലോ, അപ്പോൾ ഈ 2 ഭാഗത്തേക്ക് നമ്മൾ കോണൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 2 സൈഡിക്കും കോൺ ഭാഗത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ നെക്കിൻ്റെ ഈ ഒരു കോൺ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക, ഇവിടെയും കോൺ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കുക. നല്ല വശത്തേക്ക് ഈ ബോർഡൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ കട്ടിങ് കൊടുത്താലല്ലേ നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് ഇടണത്.
അപ്പോൾ അത് നമ്മളെ നെക്ക് കണ്ടില്ലേ നല്ല ഭംഗിയിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ സിബ് വെച്ച് കൊടുക്കണം, നെക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇനി നമുക്കൊന്ന് നെക്കൊന്ന് തയ്ച്ചെടുക്കട്ടോ. അപ്പോൾ ഇവിടെ ഈ കോണൊക്കെ മടങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈർക്കിളി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ചിൽ ഇതുപോലെ നമ്മളെ നെക്കൊന്ന് തയ്ച്ച് ഫിനിഷ് ചെയ്യാം. നമ്മൾ സിബ് വെച്ചെടുക്കാനുള്ള ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ തയ്ച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ സിബ് വെച്ചെടുക്കാനും നെക്ക് തയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ പൈപ്പിംഗ് വെച്ചെടുക്കുന്നത് എന്നുള്ളത് സിബ് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ആ സിബ് നമ്മൾ ഇതുപോലെ ഇതിമ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ നമുക്കൊരു പട്ട പോലെ വെച്ചെടുത്താൽ മതി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ എങ്ങനെയാണ് പട്ട വെച്ചെടുക്കണമെന്ന്, അതേപോലെ ചെയ്തെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 സൈഡൊക്കെയായിട്ട് നമുക്ക് ഈ ഒരു 2 പീസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മോഡലാണ് ഞാൻ സിബ് വെച്ചെടുക്കണത്. അപ്പോൾ സിബിനായിട്ട് ഇതുപോലൊരു തുണി എടുത്തിട്ട് ആ സിബിൻ്റെ അറ്റഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മളെ മുകൾ ഭാഗം ആദ്യം ഒന്ന് 1/2 ഇഞ്ചിൽ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് സിബിൻ്റെ ആ ഒരു ഭാഗം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അവിടെ കവർ ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. കണ്ടോ, സിബിൻ്റെ ആ റണ്ണറൊന്ന് കവർ ചെയ്ത് ഇതുപോലെ തയ്ച്ചെടുക്കുക. അതേപോലെ തന്നെ ഇങ്ങേ സൈഡിലും ചീത്ത വശത്തേക്ക് 1/2 ഇഞ്ചൊന്ന് മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സിബ് ഒന്ന് മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വീണ്ടും ഈ ഒരു തുണി 2ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ സിബമ്മേ നമ്മൾ ആ റണ്ണറിൻ്റെ അവിടെ ഒന്ന് കവർ ചെയ്ത് കാണ്ട് ഈ ഒരു പീസും ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് സാവകാശം തയ്ച്ചെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഒരിക്കലും പെട്ടെന്ന് നമുക്കിത് തയ്ച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ സാവകാശം തയ്ച്ചെടുക്കുന്നാൽ നമുക്കതിൻ്റെ വൃത്തി കിട്ടുള്ളൂ കേട്ടോ, ഫിനിഷായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 2 സൈഡിക്കും ഇതുപോലെ സിബ് കവർ ചെയ്തൊക്കത്തെ രീതിയിൽ 2 തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇല്ല നൂലൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞൊന്ന് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് ഈ സിബ് ഇതുപോലെ ഇതിൻ്റെ ഉൾവശത്തേക്ക് അടിഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മളെ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ മുകൾ ഭാഗം കറക്റ്റായിരിക്കണം. അങ്ങനെ കറക്റ്റ് ആകാത്തവർ ആദ്യം ഈ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമ്മൾ ഇങ്ങേ സൈഡും ഇതേപോലെ നെക്ക് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ 2 നെക്കിൻ്റെ കറക്റ്റ് സൈഡും ഒന്നാണോ തുല്യമാണോ നോക്കിയിട്ട് എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മൾ തയ്ച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. താഴെ ഭാഗത്ത് നമുക്കിങ്ങനെ ചതുരായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സൈഡിലൂടെ മുകളിലേക്ക് ഒന്ന് തയ്ച്ച് പോരാം. അപ്പോൾ നമ്മൾ സിബ് അവിടെ പിടിപ്പിച്ചെടുത്തു. അപ്പോൾ കണ്ടില്ല, നമുക്ക് മുകൾ ഭാഗം കറക്റ്റാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് തന്നെ കിട്ടണം, എന്നാലും നമുക്ക് നെക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സിബ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 നമ്മൾ തുണി വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതും ഇതുപോലെ നമ്മൾ സിബ് പുറമേക്ക് കാണാത്ത രീതിയിൽ അതും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിൻ്റെ നമ്മൾ പട്ട വെച്ചിട്ടുള്ള രീതിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണട്ടോ. ഇനിയാണ് നമ്മൾ പൈപ്പിംഗ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗം നമുക്കൊരു 1/4 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു കോൺ ഭാഗത്തേക്ക് ചെരിച്ച കട്ടിങ് ആണല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങോട്ടൊന്ന് മടക്കിയാൽ നമുക്ക് ആ ഒരു കറക്റ്റ് മടക്കും കിട്ടും. ഇവിടെ കറക്റ്റായിട്ട് ആ കോൺ ഭാഗം കറക്റ്റായിട്ട് നിൽക്കും. അങ്ങനെ എല്ലാ ചുറ്റുഭാഗം അതേ രീതിക്ക് നമ്മൾ മടക്കി ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ചുറ്റുഭാഗം 1/4 ഇഞ്ചിൽ കണ്ടില്ലേ ഇതുപോലെ തയ്ച്ച ആ കോണിലെ ഭാഗമൊക്കെ കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു തുണിയിൽ നമ്മൾ സ്വന്തമായിട്ട് പൈപ്പിംഗ് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ എങ്ങനെയായിട്ട് സ്വന്തമായിട്ട് പൈപ്പിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാ വീഡിയോസും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ
സ്റ്റിച്ചിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഈ കോണിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ഒരു കട്ടിങ് കൊടുക്കണം കേട്ടോ. പൈപ്പിങ്ങിൽ നമ്മൾ റെഡിമെയ്ഡ് പൈപ്പിങ് വാങ്ങി വെക്കുകയാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ വെച്ചാൽ മതി. നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ കോണൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓരോ കോൺ ഭാഗം വരുമ്പോഴും നമ്മൾ ആ പൈപ്പിങ്ങിൻ്റെ അവിടെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ കോൺ ഭാഗം കറക്റ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഇതിങ്ങനെ പതിയെ വെച്ച് ഒന്ന് തയ്ച്ചെടുത്താൽ മതി. ഓരോ കോണിൽ വരുമ്പോഴും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതേപോലെ ഓരോ കോണിൽ എത്തുമ്പോഴും ഓരോ കട്ടിങ് കൊടുത്തിട്ട് കറക്റ്റാക്കിയിട്ട് വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പൈപ്പിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള പൈപ്പിങ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൂട്ട് വൺ സൈഡ് ഫൂട്ട് ഇട്ട് കൊടുത്തിട്ട് തയ്ക്കുക കേട്ടോ. പിന്നെ എന്നാലും നമുക്ക് ആ റോള് കറക്റ്റാക്കിയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ നെറ്റി പൈപ്പിംഗ് ആണ് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഫൂട്ടും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. കാരണം അത് നമുക്ക് അവിടെ ഒരു റൂളായിട്ട് കിടക്കുകയല്ലേ ചെയ്യുക. നമുക്ക് മറ്റേ ഒരു പരന്ന സൈസ് പൈപ്പിംഗ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു 2 ചവിട്ടിലെ ഫൂട്ട് കുഴപ്പമില്ല. അല്ല റൂളായിട്ടുള്ള പൈപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ത്രെഡ് വെച്ചിട്ട് ഉള്ള പൈപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ വൺ സൈഡ് ഫൂട്ട് ഉപയോഗിച്ചിട്ട് തയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ വൺ സൈഡ് ഫൂട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വൺ സൈഡ് ഫൂട്ട് ഉപയോഗിച്ചിട്ട് തന്നെ തയ്ക്കുക. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ആ റൂള് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ ബോർഡിൽ ഈ തുണിയിൽ ചുളിക്ക് വരാതെ നിവർത്തി ഞാൻ കൈകൊണ്ട് ഇങ്ങനെ നിവർത്തി കൊടുക്കുന്നുണ്ടല്ലോ, അതേപോലെ നിവർത്തി കൊടുത്തിട്ട് ചുളിക്കില്ലാതെ തയ്ക്കട്ടെ. എന്നാലും നമ്മളെ ആ ഒരു ബോർഡ് കാണാനും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിവിടെ 4 ഇഞ്ച് മടക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നീക്കി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ കറക്റ്റ് കോണൊക്കെ നിങ്ങൾക്ക് കോണായിട്ട് തന്നെ കിട്ടും. ഈ റൗണ്ടിലാണ് നിങ്ങൾ കട്ട് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് പൈപ്പിംഗ് റൗണ്ടായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ ഈ സ്റ്റിച്ച് ചെയ്ത ഓരോ കോൺ ഭാഗം കറക്റ്റ് ആ കോണായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുതിർന്നവർക്കൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു മോഡലാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ കണ്ടില്ല, നമ്മളെ പൈപ്പിങ്ങൊക്കെ കറക്റ്റ് ആ കോൺ ഭാഗമൊക്കെ കറക്റ്റാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അയൺ ചെയ്തെടുത്താൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആകും. അപ്പോൾ നമ്മൾ താഴെ ഭാഗം കണ്ടില്ല, നമുക്ക് സിബ് എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം, ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ലൈക്ക് തരാൻ ഒട്ടും മറക്കരുത്. നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.